പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ തലമുറകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. നമ്മുടെ തലമുറകളെല്ലാം തന്നെ കിടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടണം തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ആ തലമുറകളിൽ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും ക്രിസ്തുവിലൂടെ നമുക്ക് പരിഹാരമുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടത് പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ ഞാൻ 3-4 തലമുറ വരെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അനുഗ്രഹം 1000 തലമുറ വരെയാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 തിരുവചനങ്ങൾ. പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ അറിയേണ്ടതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ വന്ന കമൻറ്റുകൾ എനിക്കറിയില്ല. ഞാനത് അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത സന്ദേശങ്ങളിൽ അത് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിക്കുക. ഒരു 8547258158 എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഫോണിൽ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് നമുക്ക് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ ശുശ്രൂഷകളിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ ആ സമയം പറഞ്ഞാൽ നമുക്കത് ആ സമയത്ത് ഇനി സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പിതാക്കന്മാരുടെ രക്തത്തിൽ എല്ലാം അവിടെ പറയുന്നു വ്യർത്ഥമായൊരു ജീവിത രീതിയാണ്, ഒരർത്ഥമുള്ള ജീവിത രീതിയല്ല, അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ജീവിത രീതി ആയിരുന്നില്ല. ക്രിസ്തുവിന് എതിരായിട്ടുള്ള, ദൈവപിതാവിനെതിരായിട്ടുള്ള കൽപ്പനകൾക്ക് വിരുദ്ധമായ ജീവിത രീതിയായിരുന്നു. അതുകൊണ്ട് അവരുടെ രക്തത്തിലെല്ലാം കറയുണ്ടായിരുന്നു, കളങ്കമുണ്ടായിരുന്നു. എന്നാൽ ഒരു കറയുമില്ലാത്ത, കളങ്കവുമില്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള പരിശുദ്ധമായ യേശുവിൻ്റെ രക്തം കൊണ്ട് ഈ പിതാക്കന്മാരുടെ രക്തത്തെ കഴുകി വിശുദ്ധീകരിക്കുകയാണ് കർത്താവ്. പിതാക്കന്മാരുടെ രക്തത്തെ കഴുകാൻ പറ്റില്ല. നമ്മിലേക്ക് വന്ന ആ രക്തത്തെ നമ്മളത് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ, രക്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും ഈ തലമുറകളുടെ മേഖലയെക്കുറിച്ച് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. 50-ാം തിരുവചനം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പോൾ കണ്ടോ, അവിടുത്തെ ഭക്തരുടെ മേലാണ്, എല്ലാവരുടെ മേലല്ല, ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അത് വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കിൻ്റെ ഒരു ഇതാണ്. സങ്കീർത്തനം 103:17 പരിശുദ്ധ അമ്മ അത് ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കുകൂടിയാണ്. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ പോലും ഈ ഒരു വ്യവസ്ഥയെ തന്നെയാണ് പോകുന്നത്. പലപ്പോഴും പരിശുദ്ധ അമ്മയെ പലരും കാണുന്ന രീതി എന്ന് പറയുന്നത് എല്ലാ തിന്മകൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തി പോലെയാണ്. അപ്പോൾ നമ്മൾ പലരും പറയുന്ന സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പല വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, പരിശുദ്ധ അമ്മയെ സത്യത്തിൽ കത്തോലിക്കരായ നമ്മൾ പരിശോധിക്കണം, അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പല കാര്യങ്ങളിലൂടെ. കാനായിലെ കല്യാണത്തെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറഞ്ഞതാണ് വചനം.
അപ്പം അവൻ പറഞ്ഞത് നമ്മൾ ചെയ്യാതെ മാതൃഭക്തി ഇപ്പം നമ്മുടെ ഈ ശുശ്രൂഷ പല സഭകളിൽപ്പെട്ടവർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം പെന്തക്കോസ്തുകാരെ കത്തോലിക്കരെ കുറിച്ച് പറയുന്നത് പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും പരിശുദ്ധ അമ്മയെ കത്തോലിക്കർ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പാടില്ല. വ്യക്തമായിട്ട് സഭ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. വണക്കം അല്ലെങ്കിൽ ബഹുമാനം എന്നൊരർത്ഥം മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബഹുമാനം. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഈശോയുടെ അമ്മയാണ്, ഈശോ ജനിപ്പിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ ഭാഗ്യവതി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ലോകം മുഴുവനും രക്ഷയില്ലാതെ കിടക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനെ ജനിപ്പിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പം രക്ഷകനെ ജനിപ്പിച്ച വ്യക്തിക്ക് ഒരു സ്ഥാനമില്ലേ? മദർ മേരി, നമ്മുടെ മിനിസ്റ്ററുടെ പേര് തന്നെ മദർ മേരി എന്നാണ്. അപ്പോൾ ജനിപ്പിച്ച വ്യക്തിക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. എനിക്ക് തോന്നുന്നില്ല മറ്റ് സഭകളൊക്കെ എങ്ങനെയാണെങ്കിലും ഒരിക്കലും അമ്മയെ മാറ്റി നിർത്തുന്നു തോന്നുന്നില്ല. പക്ഷെ പിതാവിനാണ് പ്രധാനമായിട്ട് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത്. ആരാധന പുത്രനും പരിശുദ്ധാത്മാവിനും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ അമ്മ പോലും പറയുകയാണ്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, എളിമപ്പെട്ടു. ജപമാല ചൊല്ലുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്, എളിമപ്പെടുക എന്നുള്ളതാണ്. എങ്കിലേ കടാക്ഷം ഉണ്ടാകത്തുള്ളൂ, അല്ല മാതൃഭക്തി അഹങ്കാരത്തിൻ്റെയോ എന്തൊക്കെയോ നേടി എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അവസ്ഥയല്ല. പിന്നെയോ എത്രത്തോളം കാരണം ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒരാൾ താഴ്മയിലേക്കാണ് വരുന്നത്, പരിശുദ്ധ അമ്മയെ ഉൾക്കൊള്ളുന്ന ഒരാൾ താഴ്മയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്, അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പറയുകയാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പോൾ കർത്താവിൻ്റെ കരുണ തലമുറകൾ തോറും വർഷിക്കുമെന്നുള്ള ദൈവഹിതത്തെ വീണ്ടും അമ്മ ആവർത്തിക്കുകയാണ്. എനിക്കൊന്ന് ഈശോ സുവിശേഷങ്ങളിൽ അമ്മ അധികം സംസാരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇന്ന് അമ്മ ഒരുപാട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രവചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ പേരിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മീയ മേഖലകളിൽ പരിശുദ്ധ അമ്മ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ കേട്ടതാണ്, പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നെ എല്ലാ ആഴ്ചകളിലോ അല്ലെങ്കിൽ തിരുനാളുകളിലൊക്കെ സാരി ഉടുപ്പിക്കണമെന്ന്. അമ്മയ്ക്ക് അത്യാവശ്യം അന്നത്തെ കാലത്തെ തുണിയുണ്ട്. നമ്മൾ ഉടുപ്പിച്ച് ഏതാണ്ട് നമ്മൾ ഉടുക്കാത്തയൊക്കെ മാതാവിനെ കൊണ്ട് ഉടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ചുരിദാറും അതിനേക്കാളും കുറഞ്ഞു വരുന്ന പുതിയ ഫാഷൻ സ്റ്റൈലുകളൊക്കെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേക്കാം. അതിനെയും ആധ്യാത്മികതയായിട്ട് കാണുന്ന കുറേ മനുഷ്യർ, ഞാനിത് പച്ചയ്ക്ക് വളരെ വ്യക്തമായി തന്നെ തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. കാരണം കത്തോലിക്കനെ കണ്ടും കൊണ്ട് കരയുന്നുണ്ടെങ്കിൽ അത് ഈശോയും മാതാവും മാത്രമാണെന്ന് ഞാൻ തീർത്തു പറയും. കാരണം മാതാവിന് ഭയങ്കര വേദന, ഈശോ കുരിശിൽ കിടന്നപ്പോൾ ഉള്ളതിനേക്കാൾ വേദനയാണ് നമ്മുടെ ഈ സ്വഭാവം കണ്ടുകൊണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. ഞാനിത് പറയുമ്പോൾ ചിലർ ഉടനെ തന്നെ പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒരു എന്താ പറയുക മാതാവ് വിരുദ്ധ പരിശുദ്ധ അമ്മയുടെ വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചു. ഞാനത് വ്യക്തമാക്കാനൊന്നും അവരടുത്ത് പോയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിശുദ്ധ അമ്മ ആരാണെന്ന് എനിക്ക് വ്യക്തതയുണ്ട്. പിന്നെ അതുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നവർക്ക് ഇതൊക്കെയുണ്ട്. പരിശുദ്ധ അമ്മ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ അമ്മയല്ല ഞാൻ തീർത്തു പറയാം. ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിപ്പം ഓരോ ധ്യാനകേന്ദ്രം അവരുടെ പേര് വെച്ചിട്ട് അമ്മ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവം ഇതെനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് കച്ചവടമാക്കിക്കൊണ്ട് പോകരുത്. ഇതൊരു കച്ചവടമായി മാറി. ആധ്യാത്മികത മുഴുവൻ കച്ചവടമായപ്പോഴാണ് ഇതിനകത്ത് വന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ചാനലുകാർ പറയുന്നത് കച്ചവടത്തെക്കുറിച്ചല്ലേ പറയുന്നത്, ദൈവജനത്തിലേക്ക് വരേണ്ട രക്ഷയെ തടഞ്ഞു നിർത്തി അതിന് വിരുദ്ധമായ മറ്റു വഴികൾ രക്ഷയ്ക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന കച്ചവടം, അതിനെ അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നപ്പം പരിശുദ്ധ അമ്മയും പറയുകയാണ് സകല തലമുറകളിലേക്കും ഈ ഭാഗ്യം പോവുകയാണ്. എന്ത് ഭാഗ്യമാണ്, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കടന്നു പോകണം. നമ്മളതാ വായിച്ചത്. ഇനി എങ്ങനെയാണ് ഈ 3-4 തലമുറയിലേക്ക് വന്ന ഒരു പാപത്തിൻ്റെ മറ്റൊരു മേഖല നമ്മൾ കാണുന്നത് ആദത്തിൽ നിന്നാണ്. ആദത്തിൽ നിന്ന് വന്ന ആ മേഖലയൊന്ന് വായിച്ചിട്ട് ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകത്തിൽ ഒരു വാക്കുകൂടെ ഒന്ന് വായിക്കാം. റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ, അതിൻ്റെ ഹെഡിങ് തന്നെ ആദമും ക്രിസ്തു എന്നാണ്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു.
അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പാപം ചെയ്തത് ആദമാണ്, പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് എല്ലാവരും പാപം ചെയ്തു. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ, ആദ്യ പിതാവായ ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. കണ്ടോ? കാരണം ആദത്തിനകത്ത് നമ്മൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് കത്തോലിക്കാ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഒരു മനുഷ്യൻ മൂലം പാപവും, കാരണം കർത്താവ് ഒറ്റ സൃഷ്ടികർമ്മം നടത്തിയിട്ടുള്ളൂ മനുഷ്യൻ്റെ, ആദമാണ്. തൻ്റെ കൈ കൊണ്ട് മെനഞ്ഞ് ഒറ്റ സൃഷ്ടികർമ്മം. പിന്നെ ആദത്തിൽ നിന്നാണ് ഹവ്വ ഉണ്ടായത്. പിന്നെ ആദവും ഹവ്വയും ചേർന്നിട്ടാണ് മക്കൾ വേറെ ഉണ്ടാകുന്നത്. കായന ആബേലിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേറെ മക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർക്കുണ്ടായി അങ്ങനെ വന്നത്, കുരങ്ങനിൽ നിന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ് എല്ലാവരും പാപം ചെയ്തത് കൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് അതിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൻ്റെ ഒരു ഭാഗം, പകുതി മുതൽ. പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അപ്പോൾ അത് നമുക്ക് പിന്നെ ചിന്തിക്കാം, ശിക്ഷാവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. 18-ാം തിരുവചനം, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതിക്ക് കാരണമായി. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണം എന്താ? ആദത്തിനകത്ത് മനുഷ്യകുലം മുഴുവനും ഇൻക്ലൂഡാണ് എന്ന് വെച്ചാൽ അതിനകത്ത് മുഴുവനും ചേർക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു സൃഷ്ടികർമ്മം നടക്കുന്നില്ല, തുടർ സൃഷ്ടികർമ്മങ്ങളാണ് നടക്കുന്നത്. ഞാനത് കത്തോലിക്കാ സഭയുടെ മതബോധന പുസ്തകത്തിൽ വ്യക്തമായിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങൾക്കും ഞാനത് ഉപയോഗിക്കുന്നില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വചനം തന്നെ പറയാൻ ഒരുപാട് കാര്യം കിടക്കുന്നത് കൊണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ നിങ്ങൾ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് വായിക്കുക. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് വേണം CCC വായിക്കുക. അല്ലാതെ CCC ഒരു കാറ്റിസോത്തെ കാത്തലിക് ചർച്ച് ഒരു വലിയ പഠനമായിട്ട് നടന്ന് അവസാനം ബൈബിൾ അറിയാതെ CCC വായിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിനകത്തുള്ള ഓരോ വാക്കിൻ്റെ റെഫറൻസ് വചനമാണ്. വചനത്തിൽ നിന്നാണ് ഇതിലെ പലതും വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ പറയത്തില്ല, ഭൂരിഭാഗം വാക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വചനം ഇതിന് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് വായിച്ചു പോവുകയാണ്. 404-ാം ഖണ്ഡിക, നമ്മൾ വിശ്വാസ പ്രമാണം പഠിക്കുമ്പോഴാണത് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പഠിക്കുമ്പോഴാണത് ഉള്ളത്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഇടവകളിലൊക്കെ ഞാൻ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പലപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം വിശ്വാസ പ്രമാണം പഠിക്കണം, നമ്മൾ ആ 12 വിശ്വാസ സത്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള മേഖലകൾ, കുദാശകൾ നമ്മൾ പറയുന്ന ഓരോ മേഖലയും അത് ഈശോ ചെയ്ത കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വചനം വിശ്വസിക്കുന്നവർക്ക് കൂദാശ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. വചനം വിശ്വസിക്കുന്നവർക്ക് വിശ്വാസ പ്രമാണത്തിന് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ ഒരു ചൊല്ലൽ മാത്രമാകുന്നതായി ഇന്ന് വിശ്വാസ പ്രമാണം അതമ്പതിച്ചു പോയി. ഓക്കെ, 404-ാം ഖണ്ഡിക, എൻ്റെ 404-ാം ഖണ്ഡിക. ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? അപ്പോൾ ആദത്തിൻ്റെ പാപം എങ്ങനെ സർവ്വസന്തതികളുടെ പാപമായി തീർന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വചനമുണ്ട്, ബൈബിൾ ഈ വാക്കൊക്കെ തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി. പ്രിയമുള്ളവരെ, ആദത്തിൻ്റെ പാപത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ പാപത്തിൽ എനിക്ക് പങ്കാളിത്തമില്ലേ? അമ്മൂമ്മയുടെ പാപത്തിൽ എനിക്ക് പങ്കാളിത്തമില്ലേ? എൻ്റെ അപ്പൻ്റെ പാപത്തിൽ എനിക്ക് പങ്കാളിത്തമില്ലേ? അമ്മയുടെ പാപത്തിൽ പങ്കാളിത്തമില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് തലമുറകളുടെ പാപം എന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഇവിടെ അടുത്ത വാക്ക് പറയുകയാണ്, സർവരും ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുകാരായതുപോലെ. കണ്ടോ? അപ്പോൾ എന്താണ്? ആദത്തിൻ്റെ പാപത്തിൽ എനിക്കുള്ള പങ്കാളിത്തത്തിൽ അവിടെ എന്തു പറ്റി? ആ പാപം കിടക്കുന്നത് കൊണ്ട് ഈ പാപത്തെ കൂടി എടുത്തു മാറ്റാൻ, ഇല്ലാതാക്കാനാണ് ക്രിസ്തു വന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നീതി എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പാപത്തെ എടുത്തു മാറ്റി എന്നെ ഒരു നീതിമാനാക്കി, ഒരു വിശുദ്ധനാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്കിലേ എനിക്ക്
സ്വർഗപ്രവേശനമുള്ളൂ. സ്വർഗപ്രവേശനമുള്ളൂ. പാപിയായ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പോകുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പാപം ഏതൊക്കെയുണ്ടെന്നറിയണം, എന്തൊക്കെയാണെന്നറിയണം, അതിനിൽ എന്തെല്ലാം വരുത്തി വെച്ചത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ തലമുറയിൽ കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതുപോലെയുള്ള രോഗം, കടബാധ്യത, ദുർമരണങ്ങൾ, ആത്മഹത്യ, അപകടങ്ങൾ, വിവാഹ മോചനങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥ, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പം മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യമുള്ള ഒരു ജീവൻ നയിക്കാൻ വേണ്ടി വരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞിട്ട് അവനെ വിട്ടുകളയാൻ കർത്താവ് തീരുമാനിക്കും. കാരണം തൻ്റെ ഛായയും രൂപവും സാദൃശ്യവും ഉള്ളത് മനുഷ്യൻ മാത്രമാണ്, മാലാഖയ്ക്കില്ലത്, വേറെ ഒന്നിനുമില്ല. സകല സൃഷ്ടികർമ്മം പോലും നടന്നിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കാനൊക്കെ പറ്റും. പക്ഷേ ആ പാപം ഏറ്റെടുത്ത് അതിന് സമ്പൂർണ്ണ പരിഹാരം തരാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ ഒരു പാപം ചെയ്തു, എനിക്കെതിരെ ഒരാളൊരു പാപം ചെയ്തെന്ന് വിചാരിച്ചു. ഞാൻ ആ വ്യക്തി എനിക്കെതിരെ ചെയ്ത പ്രവൃത്തിയെ ക്ഷമിച്ചു. പക്ഷെ ആ വ്യക്തി ചെയ്ത പ്രവൃത്തി അത് പാപമായി തന്നെ അവിടെ കിടക്കുക. അത് ഞാൻ ക്ഷമിച്ചെങ്കിലും ആ വ്യക്തിയിൽ അത് പാപമായി കിടക്കുക. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിൽ കിടക്കുന്ന ഈ പാപത്തെ ക്രിസ്തു വഴി ക്ഷമിച്ചാൽ മാത്രമേ, കാരണം ആ വ്യക്തി എനിക്കെതിരെ മാത്രമല്ല ക്രിസ്തുവിനും കൂടെ എതിരെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഏതൊരു പാപവും ആദ്യം ക്രിസ്തുവിനെയാണ് വേദനിപ്പിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ വേദനിപ്പിച്ചത്. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കും മനുഷ്യനാണ് പാപത്തിൻ്റെ പരിണത ഫലത്തിലേക്ക് വരുന്നത്. എൻ്റെ കാരണം എന്താ? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് എന്തു പറ്റി? പിശാചിന് ആ വ്യക്തിയുടെ മേൽ അടിമത്തമായി. മോശയുടെ ശരീരത്തെ ചൊല്ലി മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാച്, യൂദാസ്ലീഹയുടെ ലേഖനത്തിലുണ്ടത്, പിശാച് തർക്കിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോശ ചെയ്ത പാപങ്ങൾ പിശാച് എന്ത് ചെയ്യാണ്? അത് വെച്ചും കൊണ്ട് മോശയുടെ ശരീരത്തിൽ എനിക്ക് അവകാശമുണ്ട്, കാരണം അവൻ്റെ ശരീരത്തിൽ അവൻ എന്നെ ഉപയോഗിച്ചതാ. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മാലാഖ ദൈവത്തിന് വിട്ടുകൊടുത്തെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, അവിടെ വിധി ദിവസം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇതാണ്. കർത്താവ് പറയും, ഞാൻ ഈ ശരീരം വിലയ്ക്ക് വാങ്ങിയതാ, ഞാൻ എൻ്റെ രക്തം കൊടുത്ത്, എൻ്റെ ജീവൻ കൊടുത്ത്, എൻ്റെ ജീവിതം കൊടുത്ത് ഈ ശരീരം വിലയ്ക്ക് വാങ്ങിയതാ. ഇത് എന്നെ നിങ്ങളെ നോക്കി പറയാൻ പറ്റുമോയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പറ്റിയില്ലെങ്കിൽ പോയി. അത് പറ്റണമെങ്കിൽ വെറുതെ ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നടന്നത് കൊണ്ടോ, കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ, കുറേ സ്തുതിച്ചത് കൊണ്ടോ, കുറേ വചനം വായിച്ചു പക്ഷേ അത് അതുപോലെ ജീവിക്കാതിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്, എനിക്ക് വേണ്ടി ജീവിച്ച കർത്താവ് എന്നെ വിലക്കെടുക്കാൻ വേണ്ടി ഇത്രയും ചെയ്തെങ്കിൽ ആ കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഞാൻ മരിക്കണ്ട, ഞാൻ രക്തമൊന്നും ചിന്തണ്ട, ചിന്തിയവന് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ മതി, പിന്നെ രക്തസാക്ഷി ആയിക്കോളും തനിയെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഡെയിലി പോകുന്നുണ്ട്, പക്ഷേ ആരോടും ക്രിസ്തു എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പോഴും പറയാൻ നാണക്കേടാന്നേ. സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, അതിനകത്ത് രാവിലെ എഴുന്നേറ്റ് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ നടന്നു പോകുന്നു, ത്യാഗം സഹിക്കുന്നു. മഴ കൊണ്ട് ഞാൻ കുർബാനയ്ക്ക് പോയി, പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തു, എല്ലാ ദിവസവും പോയി കർത്താവിലെ ബലി അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുസ്മരിച്ച ഈ ബലിയിൽ എനിക്ക് കിട്ടിയ യഥാർത്ഥ ആ ബലി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഈ സ്നേഹം അറിയാതെ കിടക്കുന്ന എൻ്റെ അപ്പുറത്ത് വിട്ടിയ ആൾക്കാരുണ്ട്. അവരോടിത് പറയാൻ എനിക്ക് മടിയാണ്, കാര്യം ഞാനിത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു ആചാരം, ഒരു അനുഷ്ഠാനം പോലെ ചെയ്തു പോകുന്നതുകൊണ്ട് ബലിയർപ്പണം ഇന്ന് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എന്തു പറ്റി? പ്രിയപ്പെട്ട വൈദികർ എന്നോട് ക്ഷമിക്കണം. കാരണം പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, ഈ ബലിയർപ്പണത്തിനും പണമുള്ളത് കൊണ്ട് പണത്തിനു വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു ഇപ്പം. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ വരണം, ബലിയർപ്പിക്കണം, കുർബാന ഇത്രണ്ണം ചെല്ലണം എന്നൊക്കെ പറയുന്നത് ഈ കാശിന് വേണ്ടിയിട്ടുള്ള ഒന്നായി മാറി. അല്ലെന്നൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണെന്ന് വ്യക്തമായിട്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് അത് പറയുമ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. തലമുറകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വൈദികരെ നന്നാക്കാനോ അവരെ
വിശുദ്ധരാകണമെന്ന് ആഗ്രഹമുണ്ട്. അവർ നന്നാണെന്നല്ല, അവർ പരിശുദ്ധി ജീവിക്കണമെന്നും അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ വൈദികര ആത്മഹത്യ, സന്യസ്തരുടെ അല്ലെങ്കിൽ സമർപ്പിതര ആത്മഹത്യക്ക് വരുന്നതിൻ്റെ കാരണം ബൈബിളിലുണ്ട്. ഈ പുരോഹിതർക്ക് നിയമം കൊടുക്കുന്ന സമയത്ത് ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായം 8 വാക്കുണ്ട്. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ, അന്ന് ബലിയർപ്പിക്കാൻ വേണ്ടിയുണ്ടായിരുന്നൊരു കൂടാരമാണ് ഇസ്രായേൽ ജനത്തിന് സമാഗമ കൂടാരം. കർത്താവ് പറഞ്ഞ അളവിൽ നിർമ്മിച്ചിരിക്കുന്നൊരു കൂടാരം എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നൊരു സ്ഥലം. എല്ലാ ദൈവാലയങ്ങളും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത്, കുടിച്ചാൽ നിങ്ങൾ മരിക്കും. എന്ന് വെച്ചാൽ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഒരു പുരോഹിതൻ, ഒരു സമർപ്പ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തി, ഒരു അൽമായൻ, ആരും ഉപയോഗിക്കാൻ പാടില്ല. ലഹരി പാനീയങ്ങൾ കുടിക്കരുത്, കുടിച്ചാൽ നിങ്ങൾ മരിക്കും. ഇത് നമ്മൾ പറയുമ്പോൾ ഉടനെ പറയാം അവരെ ഉപദേശിക്കാൻ പോയി, അവരെ കുറ്റപ്പെടുത്തി എന്നുള്ളത്. ന്യായീകരണക്കാരെല്ലാം മാറി നിൽക്കുക. ഒരാത്മാവിൻ്റെ വില അറിയാത്തവരായി ന്യായീകരണമായിട്ട് നടക്കുന്ന. ആത്മാവിൻ്റെ വില അറിയുന്നവൻ ന്യായീകരണമല്ല. അവർക്കൊരു പ്രാർത്ഥന മാത്രം പോരാ, മുഖത്ത് നോക്കി നമുക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോണം. ഇവിടെ എഴുതി വച്ചിരിക്കുക, ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും. എന്ന് വെച്ചാൽ തലമുറ തോറും എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അഹ്റോന് മാത്രമുള്ളതല്ല, മക്കൾക്ക് മാത്രമുള്ളതല്ല. അഹ്റോൻ ഒരു പുരോഹിതന്മാരാരെല്ലാം ഉണ്ടോ, ഇനി വരാൻ പോകുന്ന പുരോഹിതർക്കും ഇപ്പോഴുള്ളവർക്കും മുമ്പുള്ളവർക്കും ഉള്ളൊരു നിയമമാണ്. അല്ല പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞു വെച്ചിട്ടാണല്ലോ നമ്മൾ കുർബാനയുടെ പല ഭാഗങ്ങളും പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവരുണ്ട്. തന്ത്രശാലികളാകരുത്. എന്നിട്ട് പറയുകയാണ് അവർ ചെയ്യേണ്ടത് എന്താ? അവിടെ ഒരു കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പറയുക, വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. ഇന്ന് കൽപ്പനകളുടെ സന്ദേശങ്ങൾ, ക്ലാസ്സുകൾ, ശരിയായ പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നില്ല. മറ്റൊന്ന്, അതിൽ മുഴുകി ജീവിക്കുന്നവരായി മാറി. പിന്നെ എങ്ങനെ പറയും? അന്ധനെ നയിച്ചാൽ അവർ ഇരുവരും കുഴിപ്പോയി വീഴും. വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം. വേറെ ഭാഗങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിപ്പിക്കുകയും വേണം. എന്നാൽ പഠിപ്പിക്കുന്നില്ലല്ലോ അവർ. പഠിപ്പിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ ഡിസോർഡറായി കിടക്കുക. ക്രിസ്തു വന്നിട്ട് 2000 വർഷം കഴിയുമ്പോഴും കത്തോലിക്ക സഭയിൽ എത്രത്തോളം വിശുദ്ധരെ വണങ്ങുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, പുതിയ വിശുദ്ധരുണ്ടാകണം, വിശുദ്ധരെ പോലെ ജീവിക്കണം. അതിനാ മാതൃക. അന്ത്യവിധിയിൽ കർത്താവ് ചോദിക്കും. മറ്റ് സഭകളേക്കാൾ ക്രൂരമായ രീതിയിലുള്ള ഒരു വിധി നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. കാരണം നമ്മൾക്ക് മാതൃകയാക്കാൻ വേണ്ടി ഒരുപാട് വിശുദ്ധരെ നമുക്ക് നൽകിയിരുന്നു. ഈ വിശുദ്ധരുടെ ചുടുനീളം വീണ എന്നൊക്കെ ഇങ്ങനെ ചൂടോടെ പറയുമ്പോൾ അതൊക്കെ ശരിയാ. പക്ഷെ ആ വിശുദ്ധർ കൊടുത്തൊരു വിലയുണ്ട്. ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതിൻ്റെ വില അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ദൈവരാജ്യം അടച്ചു വെച്ചിരിക്കുക പലയിടത്തും. നിങ്ങളോട്ട് അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നതുമില്ല. ഇന്ന് ഓരോ ദിവസവും നമ്മൾ കൂടുതൽ പാപത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു വിശുദ്ധ മാർഗത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തലമുറകളിൽ കിടക്കുന്ന, അത് പുരോഹിതൻ്റെ കുടുംബത്തിലും വരും, മെത്രാൻ്റെ കുടുംബത്തിലും വരും, സുവിശേഷ പ്രഘോഷണ കുടുംബത്തിലേക്കും വരും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റായ പഠനമാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പം ഞാൻ മുൻകൂട്ടി അങ്ങ് പറയുകയാണ്, ഏതെങ്കിലും മെത്രാന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞ് എവിടെയും പറയുമ്പം ഡയറക്റ്റായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, നിങ്ങളുടെ തലമുറകളിലേക്ക് നിങ്ങൾക്ക് തലമുറയില്ല, പക്ഷേ നിങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് വൈദികരായി ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിയാൽ. അതുകൊണ്ടാണ് മെത്രാൻ തെറ്റ് ചെയ്താൽ വൈദികർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, വൈദിക തെറ്റ് ചെയ്താൽ മെത്രാൻ ഉണ്ടാകും. അധികാരികൾ ചെയ്യുമ്പം അതിൻ്റെ അണികൾക്ക് കൂടെ നിൽക്കുന്നവർക്കുണ്ടെന്നേ, അതുമായിട്ട് ഉണ്ടാകും. കുടുംബത്തിൽ ചെയ്താൽ മക്കൾക്കുണ്ടാകുമെങ്കിൽ അവിടെയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു വൈദികൻ ആത്മഹത്യ ചെയ്യുമ്പം അവിടെ കിടന്നുകൊണ്ട് നല്ല വൈദികനാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുട്ടുമേ നിൽക്കണം.
കൈവിരിച്ചു പിടിക്കണം. എൻ്റെ പാപം കൊണ്ടാണോ എൻ്റെ രൂപതയിൽ ആത്മഹത്യ ഉണ്ടായെന്ന് ചിന്തിക്കണം. അത് കാരണം ഇത് കാരണം സൈക്കോളജി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ. കർത്താവ് കണക്ക് ചോദിക്കും, തീർച്ചയായിട്ടും കണക്ക് ചോദിക്കും, യാതൊരു മാറ്റവും. നമ്മളെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വ്യക്തമായിട്ട് ബൈബിളിലുണ്ട്. നിങ്ങളും കണക്ക് കൊടുക്കണം. എനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മിലേക്ക് കടന്നു വന്ന തലമുറകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവിലൂടെ ഉണ്ട്. ആ പരിഹാരം കാണുവാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ആദത്തിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന പാപം ക്രിസ്തു വഴി മോചിക്കപ്പെട്ടതിനായിട്ട് നന്ദി പറയുന്നു. ഈശോ അങ്ങ് എത്ര വലിയ കാര്യമാണ് ചെയ്തത്. പിതാവേ, തൻ്റെ പുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അടിമകളാകാതിരിക്കാൻ ഞങ്ങളെ സ്വതന്ത്രമാക്കിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ സത്യം എല്ലായിടത്തും വിളിച്ചു പറയുവാൻ തക്ക വിധം അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, തലമുറകൾ തോറും ഭാഗ്യവതിയായവളെ, കരുണ വർഷിക്കപ്പെടുമെന്ന് പറഞ്ഞവളെ, അമ്മയുടെ വലിയ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സെപ്റ്റംബർ 1 മുതൽ ധ്യാനമുണ്ട്. അതിൽ സാധിക്കുന്നവരെല്ലാം പങ്കെടുക്കണം. ശുശ്രൂഷകളെ ബ്രൗഷറുകൾ ഇങ്ങനെ അയച്ചു വിടും, ഇതിനകത്ത് എഴുതി വിടും. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ വിട്ടുപോയി അതുകൊണ്ട് നിങ്ങളത് വായിക്കുക, അറിയുക. ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാം പങ്കെടുത്തതിന് നന്ദി. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും വളരെയേറെ നന്ദി. നിരവധി പേർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ക്രിസ്തുവിലൂടെ രക്ഷ സ്വന്തമാക്കപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് പുത്രനോടു ചൊൽക കാനാവു പോൽ എന്നിലെ കുറവിനെ നീക്കിടുവാൻ. പുത്രനോടു ചൊൽക കാനാവു പോൽ പാടുന്നു ഞാൻ എന്നാളുമേ മറിയത്തിൻ ഗീതികൾ എന്നാവിനാൽ. മറിയം വിളി കേട്ടുണർന്നു, മൊഴി കേട്ടു നിന്നു, കൃപയിൻ നിറവായി നിന്നു മറിയം. മാലാഖ തൻ കാതിലൂതി, നിന്നോടു കൂടെ ദൈവം വസിക്കും, സ്ത്രീകളിൽ നീറ്റം ധന്യവതി. നിന്നോടു കൂടെ ദൈവം വസിക്കും.